ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ ഫാൻ, അതായത് ഒരു യൂസ് യന്ത്രമായ ടേബിൾ ഫാനിൻ്റെ ആ കവർ വെച്ചിട്ട് നമ്മളൊരു പീക്കോക്കിനെ ഒരു മയിലിനെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ക്രാഫ്റ്റ്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എങ്ങനെയുണ്ട് ചെയ്തെടുക്കുന്ന രീതികൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് പറയുക. അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനൊരു പീസ് എടുക്കുക, കവർ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അതിന് വേണ്ട ഒരു രീതിക്ക് ഞാനിപ്പം വെച്ച് കാണിച്ചു തരാം. ഒരു സൈഡിലായിട്ട് നമ്മളിങ്ങനെ താഴെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. അതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പീസ് നമ്മളിങ്ങനെ ഓരോ ഗ്യാപ്പിലും കട്ട് ചെയ്തിട്ട് അതിനെ ഒന്നൊന്നാക്കി എടുക്കുക. സിംഗിൾ പീസാക്കി മാറ്റണം. എന്നാൽ മാത്രമേ നമുക്കത് സെറ്റാക്കുള്ളൂ. ഞാനിപ്പോൾ കട്ട് ചെയ്യുകയാണത് ഓരോന്നോരോന്നായിട്ട് കട്ടർ യൂസ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ പോലെ ചെയ്തതും തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നിടവിട്ടിട്ടാണ് നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഇതിൽ ഒന്നിടവിട്ടിട്ട് നമ്മളത് നിവർത്തിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നോക്കുക. പിന്നെ നമുക്ക് അതിനൊരു ബോഡി ചെയ്യണം. ഇതിൻ്റെ ഇത് വെച്ചതിന് ശേഷം ആ ബോഡിക്ക് അതിനൊരു പൈപ്പിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ രണ്ടാമത് അതിന് ചെയ്യേണ്ട കേസ്. അപ്പോൾ ആ പൈപ്പിൻ്റെ പീസ് ഇങ്ങനെ ഞാനൊരു പഴയ ബൈക്കിൻ്റെ ക്രാഷ് ഗാർഡ് എടുത്തിട്ട് ഞാനിപ്പം കാണിച്ച ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുക വേണ്ടത്. അത് നമ്മൾ ഈ കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാരെങ്കിലും ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ആരെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗ്ലൗസും മാസ്കൊക്കെ ഇട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അത് കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പം ട്രൈ ചെയ്യുന്ന എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തതിന് ശേഷം ചെയ്യാൻ. അപ്പം നമ്മളിത് ഈ സ്പേസിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ളൊരു പീസാണ് ഞാനിപ്പോൾ കാണിച്ച ആ ഭാഗത്ത്. ആ പീസിൻ്റെ ഒരു പീസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് നമ്മളിത് ഇവിടെയായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ബാക്കിലേക്കായിട്ട് നമ്മൾ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ചെയ്യണം. ഒരു ചെറിയൊരു വാല് പോലെ ആക്കിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലൊരു സ്പ്രിങ്ങിൻ്റെ പീസ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഈ പീസ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുക ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുക. ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ പീസും അതിനകത്തേക്ക് വെൽഡ് ചെയ്ത് ചേർക്കണം. ഇതുപോലെ അവിടെ വെൽഡ് ചെയ്യണം. ഇവിടെ ഞാൻ മാഗ് വെൽഡിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേ വെൽഡ് ചെയ്യുമ്പോൾ കുറച്ച് കത്തി പോകുന്നതുകൊണ്ട് മാഗ് വെൽഡിങ്ങാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ലാസ്റ്റ് അതിൻ്റെ ഹോൾസൊക്കെ കുറച്ച് MCയിലിട്ടിട്ട് അടയ്ക്കുകയും വേണം. അപ്പോൾ ഇതാണ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. അതുപോലെ തന്നെ താഴെ ഒരു പീസ് വെച്ച് ഞാൻ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ അതിന് ഒരു സ്ക്രൂ വെച്ചിട്ട് ഒരു ചെറിയൊരു കൊക്കും ഞാൻ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നോരോന്നിട്ട് കാണിക്കുമ്പം വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട്. അതാണ് ഞാൻ ലെങ്ത്ത് കുറച്ച് പല ഭാഗങ്ങളും കാണിക്കേണ്ടിയിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒന്നിടവിട്ടിട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കമ്പി ഒരെണ്ണം വിട്ടതിന് ശേഷം ചെയ്യുക. അതായത് കുറച്ചുകൂടി ഒരു ഫെദർ കറക്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി ഒരു തിക്ക് ഫെദർ പോലെ തോന്നിക്കും. അതിനുശേഷം നമുക്കിതിൽ പ്ലേറ്റ് വാഷർ വെൽഡ് ചെയ്യണം. അപ്പോൾ ബാക്കിലെ ഭാഗത്തിൽ നമ്മൾ പ്ലേറ്റ് വാഷർ വെൽഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രോപ്പർ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലെ ഭാഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. കുറച്ചൊരു തിക്ക് ഫെദർ കിട്ടിയ പോലെ അതിൻ്റെ പീക്കോക്കിൻ്റെ ഓരോ പീലികളും കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പോലെ നമുക്കൊരു തോന്നലുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്നിടവിട്ടിട്ട് ഒരെണ്ണം ബാക്കിലേക്ക് ആക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കിതുപോലെ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഒരു കൈ വെച്ചിട്ട് ഇതെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്ലേറ്റ് വാഷർ നമ്മൾ അതിലേക്ക് വെൽഡ് ചെയ്ത് ചേർക്കുക ചെയ്യുന്നത്. ഓരോ പ്ലേറ്റ് വാഷറും നമ്മൾ ബാക്കിലത്തെ ആ പോർഷനോട് വെൽഡ് ചെയ്ത് ചേർത്ത ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ലുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ശേഷം നമുക്കതിനെ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ മെറ്റാലിക് ബ്ലാക്കാണ് ഞാൻ എടുത്തിരിക്കുന്ന പെയിൻറ്റ്. ഒരു ഗണ്ണ് മേടിക്കണം. ഇപ്പം ബ്രഷ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഗണ്ണുള്ളവർക്ക് ഗണ്ണ് യൂസ് ചെയ്യാം, കുറച്ചുകൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ഞാൻ മെറ്റാലിക് ബ്ലാക്ക് ചെയ്ത് ശേഷമുള്ള വ്യൂ ആണിത്. ബ്ലാക്ക് ചെയ്തതിന് ശേഷമുള്ള വ്യൂ. ഇനിയും നമുക്ക് കുറച്ച് ഗിൽട്ടുകളൊക്കെ പിടിപ്പിക്കാനുണ്ട് ഇതിനകത്ത്. അത് ഞാൻ കാണിക്കാം വഴിയെ.
ഇതിപ്പം ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ്. അപ്പം ഇതിന് ശേഷം നമ്മൾ കുറച്ച് കളർഫുൾ ഗിൽറ്റുകൾ ഇതുപോലെയുള്ള, ഞാനിപ്പം ഡാർക്ക് വയലറ്റാണ് എടുത്തിരിക്കുന്നത്, അത് തലയിരിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫ്രണ്ട് പോർഷൻ്റെ അടിയിലേക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അത് ഒട്ടിച്ചതിന് ശേഷമുള്ള ലുക്ക് ഇതുപോലെയാണ് ഇരിക്കുക. ഗ്ലൂ ഗണ്ണ് കൊണ്ട് നമ്മളതിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കുക വാഷറിൻ്റെ ഇതിലേക്ക്. അതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ടൈപ്പ് ഗിൽറ്റ് മേടിച്ച് അതിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് ഒട്ടിച്ചു. പിന്നെ ചെറിയ മിറർ വെച്ചിട്ടും ഒട്ടിച്ചിട്ടുണ്ട്.